മകളൊരു ക്രൈസിസിൽ പെട്ടെന്ന്, ചെറിയ ക്രൈസിസ് അല്ല, ഒരാളെ അടിച്ചു, ഒരു ഇത് വന്നു, അവിടെ മീനെ ഒരു സാധാരണ അമ്മയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ആ ഇമ്മീഡിയറ്റ് ഒരു റിഫ്ലെക്സ് ആക്ഷൻ പോലെ വന്ന് പറയുന്നുണ്ട്, മോള് വാ എന്ന് പറഞ്ഞ് കുട്ടിക്ക് കാരണം മോള് പകച്ചു നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. അവിടെ ശരിക്കും പറഞ്ഞാൽ സോറി മീന എന്നുള്ള വാക്ക് റാണി അപ്പോൾ റാണി ശരിക്കും പറഞ്ഞാൽ വേറൊരു തലത്തിലേക്ക് ഉയർന്നു. അപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു പാവം സാധാരണ നാട്ടിൻപുറത്തുകാരി റാണി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവസരോചിതമായിട്ട് വേറെ തലത്തിലേക്ക് ഉയരുകയാണ്. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇതൊന്നുമല്ല, എല്ലാവരിലും ഉണ്ടത്. ഒരു അമ്മ പ്രത്യേകിച്ചും അത് പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്. ഇവിടെ ഗീതാപ്രഭാകറുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ആ മകനെ അതുപോലെ സ്നേഹിച്ച് അതുപോലെ കുറച്ചേരം പാമ്പർ ചെയ്തെന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് റിയൽ ലൈഫിലൊക്കെ ഈ ജോലി ചെയ്യുന്ന അമ്മമാർ എപ്പോഴും ഇച്ചിരി പാമ്പറിങ് കൂടും. കാരണം എവിടെയോ ഒരു ഗിൽറ്റ് കിടപ്പുണ്ട്, ഐ എം നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് മൈ ഡോട്ടേഴ്സ് ഓർ സൺ അല്ലെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൻ്റെ ഇഷ്ടത്തിനെല്ലാം കൂടെ നിൽക്കുന്നത്. കാരണം എവിടെയോ ഒരു ഉള്ളിലൊരു ഇത് പോരാ, എനിക്ക് കുറച്ചുകൂടെ അവന് വേണ്ടി സമയം കുറവാണ്. അതൊരു ഒരു ഒരു സിറ്റുവേഷനിൽ നിന്നുണ്ടായതാണ്. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് അതുപോലെ പാമ്പർ ചെയ്തു. അവന് ആ പയ്യൻ ആ മകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിസ്സിങ് ആയി കഴിയുമ്പോൾ ശരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥ, അതിനപ്പുറത്തേക്ക് ഒരമ്മ, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എഴുതിയപ്പോൾ ചിന്തിച്ച ഈ ക്യാരക്ടർ ഏത് ലെവലിലേക്കായിരിക്കും പോകുന്നതെന്ന്. കാരണം ഒരു എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ഉള്ളിലെവിടെ ഒരു റിവെഞ്ച് മോഡിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം മകൻ മിസ്സിങ് ആയി, അപ്പുറത്തൊരു ഫാമിലിയെ സസ്പീഷ്യസ് ആയിട്ട് കണ്ടു, അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒരാണ് പ്രതികാരത്തിന് ഇറങ്ങിയതിനേക്കാളും എപ്പോഴും ഡേഞ്ചറസ് ആണ് ഒരു പെണ്ണ് ഇറങ്ങിയത്. മനസ്സിലായോ? അല്ലേ? എപ്പോഴും കുറച്ചുകൂടെ അതിൻ്റെ പവർ കൂടും, ഇൻറ്റൻസ് കൂടും, അതിൻ്റെ ഗ്രാവിറ്റി കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ആംഗിളിൽ നിന്നാണ് ഗീതാപ്രഭാകരനെ വർക്ക് ചെയ്തത്. പക്ഷേ റാണി സ്വന്തം ഭർത്താവിൻ്റെ കൂടെ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് മക്കളെയും കൈകാര്യം ചെയ്ത് അവിടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു എന്താ പറയുക ഒരു കഴിവ് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിനെക്കുറിച്ച് ഞാൻ ഈ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഈ സെയിം മദർഹുഡ് എന്ന് പറയുന്ന മാതൃത്വമുള്ള രണ്ടമ്മമാരെ രണ്ട് തലത്തിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ചാലഞ്ച്.